ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ്സ് ഓൺ. ഗയ്സ് നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? കുറേ നാൾക്ക് ശേഷം ഒരു ഫുഡ് ചലഞ്ച് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാനുണ്ട്, ശ്രീഹരിയുണ്ട്, അമ്മയുണ്ട്. നമ്മൾ മൂന്നാളും കൂടി ഇന്ന് ഫുൾ ഡേ ChatGPT പറയുന്ന കളറിൽ ഉള്ള ഫുഡ് മാത്രമേ നമുക്ക് ഇന്ന് കഴിക്കാൻ പറ്റൂ. അതാണ് നിയമം. $30 3 മീൽ കഴിക്കണം. 3 മീൽ എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കഴിക്കാം, പക്ഷെ 30ന്റെ അണ്ടറിൽ നിൽക്കണം. 30 ഓവറായി കഴിഞ്ഞാൽ എന്ത് പണിഷ്മെന്റ് എന്നാ? ലോഡിങ് സാധനം ഇടും, വണ്ടിക്ക് എണ്ണ അടിക്കണം. ഓക്കെ ഫൈൻ. വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിക്കണം ആരാന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ചലഞ്ച് കുറേ നാളായിട്ട് ചെയ്യാത്തൊരു ചലഞ്ചാണ്. കുറേ നാളായിട്ട് ഞാൻ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വിട്ടുപോയൊരു ചലഞ്ചാണ്. അത് നമ്മൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ ആദ്യം ആയിരിക്കാന്ന് കളർ വേണ്ട? ആദ്യം കളർ വേണ്ട? ആദ്യം പ്രൈമറി ബ്ലൂ. നമുക്ക് ബ്ലൂ കളറിലെ ഫുഡ് മാത്രമേ ഇന്ന് കഴിക്കാൻ പറ്റൂ. ഫുഡും ഡ്രിങ്കും ബ്ലൂ കളർ മാത്രം. ഓ, ഞാനിന്ന് രാവിലെ വിചാരിച്ച കളറാണ് റെഡ്. റെഡിലെന്ത്? റെഡ് വിങ്സ് ആണ് കഴിക്കാം. യെസ്, സെറ്റ്. അത് സെറ്റ്. പിന്നെ ആ റെഡ് മറ്റേ ബഫലോ സോസിൽ മുക്കിയ ചിക്കൻ വിങ്സ് ശ്രീഹരിന്റെ കളർ യെല്ലോ. ശരിയാ, പഴം കഴിക്കാം. അതെന്തായാലും നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. $30 താഴെ നിൽക്കണം. ഓരോ ആൾക്കാർക്കും $30 താഴെ നിൽക്കണം. അതാണ് ചലഞ്ച്. ഇന്ന് എനിക്ക് റെഡ് മാത്രമേ കഴിക്കാൻ പറ്റൂ, ശ്രീയർക്ക് യെല്ലോ മാത്രമേ കഴിക്കാൻ പറ്റൂ, അതുപോലെ അമ്മക്ക് ബ്ലൂ മാത്രമേ കഴിക്കാൻ പറ്റൂ കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. ഇന്ന് രാവിലെ നല്ല വിശപ്പുണ്ട്. വീട്ടിലൊന്നും ആക്കിയിട്ടില്ല. ഗൈസ്, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ നിങ്ങൾ? ഇവൻ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ഷർട്ട് കണ്ട? പ്ലെയിൻ ക്ലീൻ മിനിമൽ ലുക്ക്. ഒരു ബ്രാൻഡിങ്ങോ ലോഗോയോ ഒന്നുമില്ല. ആകെയുള്ള ബ്രാൻഡിങ് ആകെയുള്ള നമ്മളെ ബ്രാൻഡാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതാ ബാക്കിലുണ്ട്. നിങ്ങൾക്ക് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടി നല്ല ക്ലീൻ ആയിട്ട് ഇട്ടിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പല ഇവൻറ്റ്സിനും പോവാം. 100% ലിനൻ ഷർട്ടാണ്. www.thevibezone.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. VC ഈദ് എന്ന് പറഞ്ഞ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈദിൻ്റെ സ്പെഷ്യൽ $200 ഓഫ് കിട്ടും. ഒരു സ്റ്റോറി ഇടാം. ചലഞ്ച് തുടങ്ങല്ലേ? പൊളിക്കല്ലേ നമ്മളിന്ന്? അധികം സമയം കളയാനില്ല. വിശക്കുന്നുണ്ട്. നല്ല രാവിലെ ഒന്നും ആക്കിയിട്ടില്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, നമുക്ക് പൊളിക്കാം. ഗൈസ്, HEBയിലാണുള്ളത്. ഫുഡ് ചലഞ്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് വരുന്ന സ്പോട്ട് ഇതാണ്. ഇവിടെ ആകുമ്പോൾ നല്ല കളർ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വിങ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ. മഞ്ഞ കളർ കിട്ടിയതിരിക്കും. അത് എടുക്കാൻ പറ്റില്ല കേട്ടോ, അതിനുണ്ട് 10 ഓർഡർ. അത് ശരിയാണ്. ഇതാ എനിക്ക് ഫുള്ള് ചോന്ന കളർ ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ നമുക്ക് ബ്ലൂ കിട്ടി, സെറ്റ്. ഇത് ബ്ലൂ, ഡാർക്ക് ബ്ലൂ അല്ലേ? ഓക്കെ, ബ്ലൂബെറി ഒക്കെയാണ്. പാസ്ത ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ട്. നമുക്ക് നോക്കാൻ പറ്റൂലേ ഗൂഗിളിൽ? പിന്നെ അതെല്ലാം നോക്കാം. ഇതാ സ്ട്രോബെറി പക്ക ചോപ്പ്. ഇത് കഴിക്കാൻ പറ്റില്ലടാ. പിന്നെ ഒരു കാര്യം കഴിക്കാൻ പറ്റും, ഫ്രൈസ്. അത് ശരിയാ. ലക്കി ഗായ്. അതാ എടാ, ഞാനാണ് ചോള കഴിച്ചതേട്ടാ. പൊളിയായതേ. എടാ നീ ലക്കി ബ്രോ. അല്ല, ഉള്ളില് ചക്ക മഞ്ഞല്ലേ, പഴുത്തൊക്കെ ആണെങ്കിൽ നല്ല മണമുണ്ട്. ഞാനിതെടുക്കുന്നേ, നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലഡിന് നല്ല സാധനം. ഞാൻ ഈടല്ല രാവിലെ കഴിക്കുന്നത്. ഞാൻ പോകുന്ന വഴിക്ക് ഒരു സ്മൂത്തി വാങ്ങാൻ. ഇത് വാങ്ങി നമുക്ക് രണ്ടാക്കും കഴിക്കാം. റെഡും ഉണ്ട്, ബ്ലൂ ഉണ്ട്. എങ്ങനെ? അത് നമ്മൾ നോക്കും ഓരോ ഐറ്റത്തിന് എത്രയാണ്. സോ ഫാർ എടുത്തത് ബ്ലൂവും റെഡും. ഇത് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി നാളത്തേക്കൊക്കെ എന്തായാലും കടയിൽ വന്നോണ്ട് എടുത്തേട്ടാ. പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള എന്താന്ന് വരെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തു. പുറമേ ബ്രൗൺ ആണ്, പക്ഷെ ഉള്ളിൽ അത് പറ്റില്ലടാ. അത് പറ്റില്ല. നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം. റൂൾസിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം. അടിയാവോ? അമ്മ ലക്കി. സ്ത്രീകൾക്ക് മഞ്ഞയും കിട്ടി. ഒരു ഓർഡറല്ലോ. അത് നല്ല സാധനമാ. പറയുമ്പോൾ ഞാനെന്ത് ഡ്രിങ്ക് കുടിക്കും? റെഡ് സെറ്റ് പവറൈഡ്. ഇത് പുറമെ പച്ചയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചോപ്പ് ചിപ്സ് ആട്ടാ. അപ്പം എനിക്ക് ഇതായി സെറ്റ്. അല്ല പിന്നെ അമ്മക്ക് ബ്ലൂ കളർ, ഇതും ബ്ലൂബെറിയും. സ്ത്രീകൾക്ക് ഡ്രിങ്ക് മാത്രമേ ഇതുവരെ ആയുള്ളൂ. ബാക്കി അവനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. അമ്മ എന്നാ നോക്കുന്നമ്മേ? അതെല്ലാം ചോക്ലേറ്റ് ആണ്. ഇത് മാത്രം കഴിക്കാൻ വേണമെങ്കിൽ ഗമ്മീസ്. ഫൈനലി കണ്ടുപിടിച്ചു. ഇത് പച്ചാന്ന് കണ്ടാലും ഉള്ളിൽ മഞ്ഞ ഐസ്ക്രീമോ സെറ്റ്. എൻ്റെ വ്ളോഗിങ് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഓക്കെ അല്ലേ? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ട? കമന്റ് ഇടുക, ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉഷാറാക്കി. ഔട്ട്ഫിറ്റ് നോക്കി ഗൈസ്, ഔട്ട്ഫിറ്റ് നോക്കി.
ഓഹോ ഗൈസ് വീട്ടിൽ പോയാനി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി, നല്ല വിശപ്പുണ്ട്. എല്ലാവരും അവരവരെ പൈസ മനസ്സിൽ വെക്കണേ. എനിക്കിപ്പോൾ 9 ഓർഡറായി, എനിക്കിപ്പോൾ 6 7 എല്ലാവരും 10 ഓർഡറിൻ്റെ ഉണ്ടല്ലോ, അത് ആലോചിച്ചാൽ മതി. Can I get the mango magic? That's it. Thank you. താങ്ക് യു. മഞ്ഞ പക്ക മഞ്ഞ. ബ്ലൂം 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 യെല്ലോ യെല്ലോ യെല്ലോ. ആടാ എന്റെയോ റെഡ് എവിടെ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. പ്രോട്ടീനും കിട്ടും, അടിപൊളിയാണ്. ഞാൻ മുട്ട ആക്കണോ? ഇത് ചോപ്പല്ല ഗൈസ്. ഗൈസ് ഇത് ചോപ്പാണ് ഗൈസ്, ഇത് തിന്നാൻ പറ്റൂല. ഓടാ അത് ചോപ്പല്ലേ? ഒന്ന് തിന്നും ചെയ്തു, പക്ഷെ നമ്മള് വെറുതെ വിട്ടു. എന്ത് ചെയ്യാനാന്ന് പറയാ. പക്ഷെ അതിന്റെ പുറമെ നല്ല ചോപ്പ് കാണിക്കുന്നുണ്ടാ. അയ്യോ അത് ഭയങ്കര ഇഷ്ടമുണ്ടായ സാധനമായിരുന്നു. അപ്പൊ ഏട്ടൻ തേഞ്ഞു. ഇത് മഞ്ഞ. ശരി അത് മഞ്ഞ. ഓ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാടാ, ഇപ്പൊ വരാം. നീ നിൽക്കാണ്. ഇവിടെ തന്നെ ചിപ്സ് ഉണ്ട്, അതിന്റെ തന്നെ പൈസ കൂട്ടണേ. റെഡ് ഇത് റെഡല്ലാന്ന് ഒരുത്തനും പറയാ. നിന്റെ സ്മൂത്തി ഉണ്ട് പോരാ, കിടുവാ വേടാ. ഞാൻ വിചാരിച്ച അത്രയും പോരാ. അത് ചോപ്പല്ല കേട്ടല്ല, ഇത് ചോപ്പൽ. എടാ വെള്ള, ഞാൻ ഈ വെള്ളപ്പേൻ്റെ ഇടുമ്പേ എന്ന് വിചാരിച്ചു കളറിലാവൂന്ന്. പണ്ടരായല്ലമ്മേ സോപ്പാ. ബ്ലൂബെറി ഉണ്ട്, പച്ചക്ക് അലമ്പല്ലേ അത്? കുഴപ്പമില്ല, ഇത് രസമുണ്ട്. ഉച്ചക്ക് ഇതിന്റെ പകുതി. അച്ഛനത് കാണുന്നുണ്ടെങ്കിൽ ഹായ്. ഗൈസ് ഉച്ചയായി, ഞാൻ ഡ്രസ്സ് മാറി, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനക്കൊരു ചെറിയ മീറ്റിംഗും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. ശ്രീഹരി എഡിറ്റിംഗ് എന്താ 250 അടിച്ചോണ്ട്. അതെയാ 250 എന്ന് പറയുമ്പോ ക്വാർട്ടർ മില്യനായി. അങ്ങനെ പറയുകയാണെങ്കിൽ അതെ, ക്വാർട്ടർ മില്യനായി. പിന്നെ ഞാൻ മീറ്റിംഗും പരിപാടിയിലായിരുന്നു. ഇവൻ എഡിറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് ഇവൻ ഉറങ്ങി, ഞാനും കുറച്ച് നേരം ഉറങ്ങി. ഇപ്പൊ വിശക്കാൻ തുടങ്ങി, അതുകൊണ്ട് എണീറ്റു പോയി. ഫുഡ് രാവിലത്തെ കുറച്ചുണ്ടായിരുന്നു, അത് കുറച്ച് കഴിച്ചു. അമ്മ നീല കളർ എന്തേലും മേടിച്ചോ, വിശന്ന് വയ്യ. ഓക്കെ, അപ്പോൾ അമ്മേൻ്റെ നീല കളർ നമ്മൾ പോയി വാങ്ങിയിട്ട് വരും. അതുപോലെ എനിക്ക് റെഡിന് എന്താ വേണ്ടത് മൈൻഡിൽ ഉണ്ട്. ഇവിടെ വന്നിട്ട് സ്ട്രോബെറിയും കാര്യങ്ങളിലും ഉണ്ട്. ഇവനും എന്താ വേണ്ടത് മൈൻഡിലുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. പിന്നെ ഞാൻ ഡ്രസ്സ് മാറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷർട്ട് ഇട്ടിട്ടുള്ള ഒരു റീൽ എടുക്കണം ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് മാറിയത്. അപ്പോൾ വേറെ എന്നൊക്കെ പറയല്ല, നമ്മളിപ്പോൾ കടയിൽ പോവാണ്, വിശക്കുന്നുണ്ട്, പോയി ഫുഡ് വാങ്ങിയിട്ടാണ്. സ്റ്റേ ട്യൂൺഡ്. ഗൈസ് ദാ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ബഫലോ വൈൽഡ് വിങ്സിൽ സൂപ്പർ ഹോട്ട് ആയിട്ടുള്ള നാഷ്വിൽ ഹോട്ടാ. ഞാൻ സാധാരണ ബഫലോ മീഡിയ എന്ന് വാങ്ങാം. ബഫലോ എന്ന് പറഞ്ഞ സോസാണ് കേട്ടോ, അതാണ് ഞാൻ വാങ്ങാം. പക്ഷേ അതൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. അതെങ്ങാനും വാങ്ങിയിട്ട് ഇവരെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വിശന്ന് ചാവും. അതുകൊണ്ട് പിന്നെ ഞാൻ നാഷ്വിൽ ഹോട്ട് വാങ്ങി. അത് പക്ക ചോന്നിട്ട് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അത് കെച്ചപ്പും കൂട്ടി കഴിക്കാം, വേറെ വഴിയില്ല ഗൈസ്, വേറെ വഴിയില്ല. ഫ്രൈസും വാങ്ങിയിട്ട് അതിന്റെ കൂടെ ഫ്രൈസും വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി $16. അമ്മക്ക് എന്ത് വാങ്ങുന്നാന്ന് ഡൗട്ട്. എടാ അമ്മക്ക് എന്താ വാങ്ങാം? ബ്ലൂ അല്ലേ? കേക്ക് ഒന്നും വാങ്ങിക്കോന്ന് പറഞ്ഞേ അമ്മ. ഇവിടെ ഈ സ്ഥലത്തിന്റെ വരുന്നത് അന്റോണിയോസ്. 14 പെട്ടെന്നായിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തു, 5 മിനിറ്റ് ഇടുന്നു അല്ലേ? അപ്പൊ തന്നെ പഴകിയ ഭക്ഷണം പോലും അല്ല. എൻ്റെ മീറ്ററാ സോറിടാ. ഇനി അമ്മേന്റെ കൂടി വാങ്ങിയിട്ട് പോകുന്ന വഴിക്ക് എന്റെ പിക്ക് ചെയ്യാം. കട്ടപ്പനയിലുള്ളവര് പിന്നെ താഴെ കമന്റ് ആയിട്ടാണേ. സംഭവം നമ്മളൊരു ദിവസം ഞാനും ശ്രീഹരിയും എൻ്റെ ഒരു കൂട്ടുകാരൻ അശ്വിനെ അറിയായിരിക്കും നിങ്ങൾക്ക്, ഒറ്റപ്പേര് അശ്വിൻ. പണ്ട് മുതലേ വ്ളോഗൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ എൻ്റെ കസിൻ, നമ്മളെല്ലാരും കൂടി ഒരു യാത്ര പോയി. യാത്ര എന്ന് വെച്ചാൽ ലക്ഷ്യമൊന്നുമില്ല. എടാ ബസ് കയറി അങ്ങ് പോവാം, എന്നിട്ട് എങ്ങോട്ടാണോ പോവാൻ തോന്നുന്നത് അങ്ങോട്ട് പോവാം, തിരിച്ചെപ്പോ വരുന്ന ഒന്നും നമ്മൾ ആലോചിക്കണ്ട, ഓക്കെ അങ്ങ് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണൂരിന്ന് ബസ് കയറി അങ്ങ് പോയി. പല സ്ഥലത്ത് പോയി കറങ്ങി പത്തനംതിട്ട പോയി, പമ്പേ പോയി, ഈ തിരിച്ചു വരുമ്പം കട്ടപ്പന, വാഗമൺ ഫുള്ള് കറങ്ങി. നമ്മൾ വണ്ടിയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ബസ്സിൽ ഓരോ ബസ്സിൽ കയറി അങ്ങ് പോവാം. മുണ്ടക്കയം ആ റൂട്ടെല്ലാം വന്നു. എന്നിട്ട് നമ്മൾ കട്ടപ്പനയിലെത്തി. ഒരു ദിവസം രാത്രി എത്തിയത്, നല്ല വിശപ്പേ. ആ വിശന്നോണ്ടാണെന്നറിയില്ല, റൂമിന്റെ അടുത്ത് ഒരു തട്ടുകട. അത് ഇത് സമയം എത്ര? 1 മണിയാണ്. 1 മണി പൊലച്ചക്ക്. അത് ഈ തട്ടുകട എന്ന് പറയുന്നത് പ്രോപ്പർ തട്ടുകടല്ല, അതൊരു വാനിന്റെ സൈഡിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സെല്ല് ചെയ്യാണ്. ഇങ്ങനെ ചൂടോടെ ഓംലെറ്റും പിന്നെ ദോശയും അതെല്ലാം അടിച്ചു തന്നിട്ട് നമ്മൾ അവിടെ പോയി ഇരുന്ന് കഴിച്ചു. ആ ഒരു ആംബിയൻസും
ചൂടോടെ അടിച്ചടിച്ചടിച്ച് വന്ന് അവള് കഴിച്ചു. എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ ആ ഫുഡ്. മാൻ കിട്ടില്ല ഫുഡായിരുന്നു. ഇനി നാട്ടിൽ പോയിട്ട് അങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം, ഒരു ലക്ഷ്യമില്ലാത്തൊരു യാത്ര. കഴിച്ചോ 2 നീല കിട്ടിയിട്ടുണ്ട്. ഇത് ബ്ലൂ വൺ, അടുത്ത ബ്ലൂ. ഇതാണ് എന്റെ സാധനം. വിശന്ന് പൊരിയുന്നു, തലവേദന എടുക്കും. ബ്രേക്ക് ആക്കിക്കോ, പക്ഷെ എന്തായാലും തൊട്ടൂടാ. ബ്ലൂ എന്റെ വേറെ ഒന്നുമില്ല, നമ്മള് കൊറേ നോക്കി. ശ്രീധരൻ ഇതാ മഞ്ഞ. പക്ഷെ ഞാൻ ഇതല്ല കേട്ടോ പാസ്ത. ഇതല്ലേ പിന്നെ പാസ്ത. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചു മറ്റേ മാക്രോണി. പിന്നെ ശ്രീധർക്ക് ഇതാ ഫ്രൈസും ഉണ്ട്, അത് ഞാൻ വാങ്ങിക്കൊടുത്തത്. എല്ലായിട്ടും വാങ്ങുന്ന ഉപ്പുണ്ടോ? ഉപ്പ് അത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഫുഡായി പാസ്ത. സാധനം ഇഷ്ടല്ല, ഭയങ്കര പറഞ്ഞിട്ട് ഇത് നമുക്ക് വിഷമുന്നുണ്ട്. എടാ ഇതാ ഈ വെള്ളം കുടിക്കാൻ പറ്റിട്ട്, ഈ വെള്ളം ഭയങ്കര തരിപ്പ്. കുറച്ച് ചോറ് തിന്നാൻ കൊതിക്കുന്നുണ്ടാ? ഞാനൊന്നും പറയല്ല, അപ്പൊ ഞാൻ ഇപ്പം വെക്കും, ഞാൻ വെച്ചിട്ടില്ല. ചോറ് എണ്ണ അടിച്ചു കൊടുത്താ മതി അമ്മ. പണിഷ്മെന്റ്. എണ്ണ അടിക്കുന്നതല്ല, നടക്കടാവോ? നടക്കടൊന്നുമില്ല, പിള്ളേർക്ക് മനസ്സിലാവും അല്ലേ? നിങ്ങക്ക് മനസ്സിലാവൂലേ? നല്ല വിശക്കുന്നുണ്ട്. ഇങ്ങനെ പ്രായമായി വരുമ്പോ കപ്പാസിറ്റി ഇല്ലല്ലോ. എന്നാ ബ്രേക്ക് ചെയ്തോ. ഒരു ചിക്കൻ കഴിച്ച് ബ്രേക്ക് ചെയ്തോ. ഫെയിൽ ആവാൻ പാടില്ല. നീ ഇങ്ങനെ പറയലടാ. അല്ല, ചിക്കൻ കഴിച്ച് വ്രതം മുറിച്ചോ. കഴിച്ചോ. ഓക്കെ ബൈ, ഞാൻ കഴിക്കുവാ. ചലഞ്ച് ഡൺ. അമ്മ ഔട്ടായ ചലഞ്ചിന്ന് നമ്മളെന്താ തീർക്കും. നമുക്ക് ഈസിയാണ് കളറ്. അമ്മക്ക് ഇപ്പൊ ഏത് കളർ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ എന്നാലും ഓൺലി ബ്ലൂ. ഞാൻ വയർ നിറച്ചു ഗൈസ്. നീ മഞ്ഞട്. ഓയ് അങ്ങനെ ആക്കട്ടെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം സമാധാനം. ഇനി റീൽ ടൈം. ശ്രീഹരി ഓൾറെഡി ലിനൻ ഷർട്ട് ഇട്ടിട്ടില്ല, ഞാനും അതെ. അപ്പം നമ്മളെ രണ്ടാളെ ഓരോ റീൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഇടാനായല്ലോ. ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ ഓരോന്നോരോന്ന് ചെയ്യണം കഴിച്ചു, ഇല്ലെങ്കിൽ പിന്നെ എല്ലാം പെൻഡിങ് ആവും, വർക്ക് പെൻഡിങ് ആവും. അമ്മായിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി, മുട്ടമടിക്കുലാവലും കൂടി തേക്കുലാന്ന്. മൊത്തം റെഡ് മയം. ശ്രീഹരി ഐസ്ക്രീം മഞ്ഞ. കടിച്ചേക്ക്. പോടാ പച്ചക്കൊള്ളില്ല, ചുവന്ന് പറ്റില്ല, പാർട്ടി വേറെ. അമ്മ ഫെയിലായി. ഓക്കെ ടാറ്റ പറഞ്ഞു. ഞാനില്ല. പക്ഷെ വൈകുന്നേരം അമ്മ വലിയ വിശപ്പില്ല കേട്ടോ. ഞാൻ അവന്റെ ചീറ്റോസ് എല്ലാം നിന്നിട്ട് വയറടഞ്ഞു. നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രയെ ഞാൻ രചിച്ച കവിതകൾ. ഇന്നൊരു ഡെയിലി വ്ളോഗ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡെയിലി ഈ വീട്ടിലിപ്പം ഇന്നൊരു ഡെയിലി വ്ളോഗ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീട്ടിൽ നടന്ന ഫുൾ കാര്യങ്ങൾ കാണിക്കാണ്ടിരുന്നത്. ഇന്നൊരു കണ്ടന്റ് വീഡിയോ അല്ല, അപ്പോൾ കണ്ടന്റ് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഡോഡ്ജിന് 2 കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ താല്പര്യം. ഒന്ന്, ഈ ലിപ്പ് മാറ്റണം, ഇത് പൊട്ടിയിട്ടുള്ളത്, അതൊന്ന്. പിന്നെ ഒന്ന്, പണ്ടത്തെ പോലെ സ്റ്റിക്കർ ഇട്ട് വെക്കണം വൈബ്സ് കൊണ്ട്. ആ 2 കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ശ്രീയുടെ ബൈക്ക് എടുത്ത് പോകുന്നത് എങ്ങോട്ടാ യാത്ര? അതാ വേണ്ട, വീല് ചെയ്യല്ലേ, വീട്ടിലേക്കല്ല. വണ്ടി നോക്കിപ്പോ, സ്റ്റിക്കർ ആവില്ലെങ്കിൽ. പൊളിച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, വീല് ചെയ്യുമ്പോ ഹെൽമെറ്റ് ഇടണം. ഇപ്പം അതാണ് സത്യം പറയട്ടെ. ഒരോട്ടും വീണ്ടുണ്ട്. എങ്ങോട്ട്? ഞാൻ പുല്ലുന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കി കോംപ്ലക്സിൽ. വീണോ? വെറുതെ അല്ല, അന്ന് വണ്ടിന്റെ ഇൻഡിക്കേറ്റർ എല്ലാം പോയതല്ലേ? അല്ല, ഞാൻ ആ സൈഡിലോട്ടാ വണ്ടി. അതല്ല, വേറെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു അന്ന് വണ്ടിക്ക്. ഇത് ഊരിയത് ഫോൺ വെക്കുന്ന സാധനം. ശരി, അതല്ലേ? അല്ല, ഐസിക്കുട്ടൻ പൊളിയല്ലേ? ഐസിക്കുട്ടൻ ഒന്ന് കഴുകാൻ സമയമായി. ടയറിലൊന്ന് കഴുകണം, എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. അടിപൊളിയാണ് വണ്ടി, സൂപ്പർ വണ്ടിയാണ്. അതുപോലെ തന്നെ ആയില്ല വ്ളോഗ് അതിൻ്റെ പേറ്റ് കേട്ടാ. പിന്നെ കാറും അടിപൊളിയാണ്. നമ്മൾ 2 വണ്ടി അടിപൊളിയായിട്ടാ. ഹാപ്പിനെസ്. വ്ളോഗ് അതിൻ്റെ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഈ ഒരു ചെറിയ ചലഞ്ച് നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ. ബാറ്ററി തീർന്നു ഈ വർത്താൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ദേഷ്യം വരില്ല പിന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പണ്ട് ഈ ഫുഡ് കളർ ചലഞ്ചും ഇതുപോലെയുള്ള ചലഞ്ചുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആകെ മനസ്സിലുണ്ടത്
യൂട്യൂബ് ക്ലിക്കാക്കണം, യൂട്യൂബിൽ വ്ളോഗ് ചെയ്യണം. ആ ഒരു സംഭവം മാത്രമേ മനസ്സിലുണ്ടായുള്ളൂ. അതായിരുന്നു മെയിൻ പ്രയോറിറ്റി. അതെ, അതായിരുന്നു പ്രയോറിറ്റി. ഇപ്പം അങ്ങനെയല്ല ഗൈസ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചലഞ്ച് ഇന്ന് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്തൊരു സാധനമാണ്. നമ്മുടെ പ്രായം മാറി, നമ്മുടെ പ്രയോറിറ്റീസ് മാറി, നമ്മുടെ വിഷൻ മാറി, എല്ലാം മാറി. ഇപ്പം ഈ ചലഞ്ച് ചെയ്യുമ്പോൾ എന്തോ ഒരു സുഖം കിട്ടുന്നില്ല ഗൈസ്. വേറെ നിനക്ക് പറയാനില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ വൈബ്സോണിൻ്റെ ചാനലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് വർഷമായെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക. താങ്ക് യു സോ മച്ച്. ഈ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും, ഓരോ ലൈക്കിനും, ഓരോ കമൻറ്റിനും, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും താങ്ക് യു സോ മച്ച്. നാളെ വീണ്ടും ഡെയിലി വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നാളെ തൊട്ട് അങ്ങോട്ട് ഡെയിലി വ്ളോഗാണ്. എന്താണ് ഗൈസ്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഏട്ടൻ്റെയും ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മാറ്റണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ ഇവനെ ഫോളോ ചെയ്യുക. വണ്ടി ട്രാവലിംഗ് അങ്ങനത്തെ ലൈഫ്. ഓക്കെ, ഓക്കെ, അപ്പോൾ സെറ്റാക്കി. അപ്പോൾ വേറെ എന്തൊക്കെ പറയാനില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക, തകർക്കുക. അപ്പം നാളെ കാണാം. പീസ്.